2016 ഇറങ്ങിയ ഒരു അടിപൊളി ആക്ഷൻ ത്രില്ലർ സയൻസ് ഫിക്ഷൻ സിനിമയാണ് സ്പെക്ട്രൽ. കുറെ ശാസ്ത്രജ്ഞർ ചേർന്ന് ഒരുപാട് മനുഷ്യരെ പിടിച്ച് കൊന്നിട്ട് അവരെല്ലാം ഗോസ്റ്റുകളെ പോലെയാക്കി മാറ്റി അവരെ വെച്ച് യുദ്ധം ചെയ്യുന്നതും ഒരു കൂട്ടം പട്ടാളക്കാര് ആ ഗോസ്റ്റുകളെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. സിനിമയുടെ തുടക്കത്തിൽ റഷ്യയിൽ നിന്നും ഈയിടെ സ്വാതന്ത്ര്യം കിട്ടി പിരിഞ്ഞ മോൾഡോവ എന്നൊരു രാജ്യത്തിലെ ദൃശ്യമാണ് കാണിക്കുന്നത്. അവിടെ ആ നാട് മുഴുവൻ വലിയൊരു യുദ്ധക്കളമായിട്ട് കിടക്കുകയാണ്. യുഎസിന്റെ ആർമിയാണ് റഷ്യൻസിനെ മോൾഡോവയിൽ നിന്നും തുരത്താൻ സഹായിക്കുന്നത്. ഒരു യുഎസ് മിലിറ്ററിക്കാരൻ റഷ്യൻ സോൾജേഴ്സ് ഉണ്ടെന്ന് കരുതി ഒറ്റയ്ക്കൊരു കെട്ടിടത്തിൽ കയറിപ്പോയി. അവിടെ ഒരുപാട് പേര് മരിച്ചു കിടക്കുന്നത് കണ്ടു. മരിച്ചു കിടക്കുന്നവരുടെ കണ്ണുകളൊക്കെ വെള്ള നിറമാണ്, ഒപ്പം ഞരമ്പൊക്കെ പിടച്ചു കിടക്കുന്നുണ്ട്. അതായത് അവർക്ക് പ്രേതബാധ കയറി കൊല്ലപ്പെട്ടതാണെന്ന് തോന്നും. അവൻ ഇൻഫ്രാറെഡ് ക്യാമറ ഒക്കെ ഉള്ള ഒരു ടൈപ്പ് കണ്ണട വെച്ചിട്ടുണ്ട്. അതിലൂടെ നോക്കിയപ്പോ അവിടെ ഗോസ്റ്റ് പോലെ എന്തോന്ന് നിൽക്കുന്നത് കണ്ടു. സംശയം തോന്നി അവൻ കണ്ണട എടുത്ത് മാറ്റി നോക്കി. അപ്പോ അതിനെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ആ ഗോസ്റ്റ് വളരെ വേഗത്തിൽ അവന്റെ ശരീരത്തിലൂടെ കയറി മറുവശത്ത് വന്നു. പിന്നെ ഏതാനും ചില സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവൻ മരിച്ചു വീണു. അവന്റെ മുഖം എടുത്തു കാണിക്കുന്നുണ്ട്. ഞരമ്പൊക്കെ പിടച്ച് കണ്ണുകൾ വെള്ള നിറത്തിലായിട്ടുമുണ്ട്. അപ്പോൾ നേരത്തെ കുറെ പേര് മരിച്ചു കിടക്കുന്നത് കണ്ട എല്ലാ പേരെയും ശരിക്കും ഈ ഗോസ്റ്റ് കൊന്നതാണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ ഈ ഗോസ്റ്റ് എന്താണെന്നോ അത് ഗോസ്റ്റ് തന്നെയാണോ എന്നോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അമേരിക്കയിൽ ന്യൂയോർക്ക് സിറ്റിയിലെ രംഗമാണ് അടുത്തു കാണിക്കുന്നത്. അവിടെ ചപ്പ് ചവറുകൾക്ക് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തിൽ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ക്ലൈൻ എന്തോ ഒരു വസ്തുവിന് വേണ്ടി തിരയുകയാണ്. അത് കിട്ടിയതും രക്ഷപ്പെട്ട് എത്ര നാളായിട്ട് ഇതിനെ തിരയുന്നു, ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ എന്നും പറഞ്ഞ് അതിനെയും എടുത്തുകൊണ്ട് നേരെ ലാബിലേക്ക് പോയി. ക്ലൈൻ ഒരു സയന്റിസ്റ്റ് ആണ്. പലതരം യന്ത്രങ്ങളും ഇവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മിലിറ്ററിക്ക് വേണ്ടി ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഡിഫൻസ് ആയുധങ്ങൾ മാത്രമേ ഇവൻ നിർമ്മിക്കുകയുള്ളൂ. പക്ഷെ ഇവൻ ഉണ്ടാക്കുന്ന ഡിഫൻസ് ഒക്കെ ആയുധങ്ങളായിട്ടാണ് മിലിറ്ററി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവൻ പുതിയൊരു മെഷീൻ കണ്ടുപിടിച്ചു. എന്ത് വസ്തുവിനെയും നിസ്സാരമായിട്ട് ഉരുക്കി കളയുന്ന ഒരു മെഷീൻ. ലാബിലെത്തിയ ശേഷം കുറച്ച് CIA ഒഫീഷ്യൽസിന് മുന്നിൽ ആ മെഷീന്റെ ഒരു ഡെമോ അവൻ കാണിച്ചു കൊടുത്തു. ചെറിയൊരു ഐസ് ക്യൂബ് സാധാരണഗതിയിൽ മുഴുവൻ ഉരുകിപ്പോകാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് മിനിറ്റുകളെങ്കിലും എടുക്കും. എന്നാൽ ഇവന്റെ പുതിയ യന്ത്രത്തിന് ഒരു വലിയ ഐസ് ക്യൂബിനെ വെറും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഉരുക്കാൻ പറ്റും. അത് കണ്ടപ്പോൾ ഒഫീഷ്യൽസ് ഐസ് കട്ടകൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഇത് മനുഷ്യരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളിലോ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ക്ലൈന്റിന് ദേഷ്യം വന്നിട്ട്, എന്നാ പിന്നെ നിങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വാ, ഇപ്പൊ തന്നെ കൈയോടെ അങ്ങ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോൾ ക്ലൈന്റ് ബോസ് അവനിങ്ങനെ തന്നെ എപ്പോഴും ഭയങ്കര തമാശയാണ്. ഈ മെഷീൻ നമ്മൾ ഉടനെ തന്നെ മനുഷ്യരിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും, ടെസ്റ്റ് ചെയ്യുന്ന ദിവസം നിങ്ങളെ ഞാൻ അറിയിക്കാം എന്നും പറഞ്ഞ് ഒഫീഷ്യൽസിനെയൊക്കെ പറഞ്ഞയച്ചു. ശേഷം ക്ലൈന്റ് അടുത്ത് വന്നിട്ട്, എന്തിനാണ് അവരെയൊക്കെ കളിയാക്കണേ, അവർ വലിയ പവർഫുൾ ആയിട്ടുള്ള ഒഫീഷ്യൽസ് ആണ്. അവര് വിചാരിച്ചാൽ വേണമെങ്കിൽ നാളെ ഈ കമ്പനി പൂട്ടിക്കാനും പറ്റും, വേണമെങ്കിൽ നമ്മളേക്ക് കോടീശ്വരരാക്കാനും കഴിയും എന്ന് ബോസ് പറഞ്ഞപ്പോ ക്ലൈന്റ്, എന്നെ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ജോലിക്കെടുത്ത്, ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ടാക്കാനെന്നും പറഞ്ഞല്ലേ, എന്നിട്ടിപ്പോ ഞാൻ കണ്ടുപിടിക്കുന്ന എല്ലാത്തിനെയും നിങ്ങൾ വെപ്പൺസ് ആയിട്ടാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. നീ പറയുന്നൊക്കെ ശരി തന്നെ, പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ. ഒഫീഷ്യൽസ് ഒക്കെ പറയുന്നത് പോലെയല്ലേ ചെയ്യാൻ പറ്റൂ. എന്തായാലും അതൊക്കെ വിട്. നിന്റെ അടുത്ത് എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ മോൾഡോവയിൽ റഷ്യൻസിനെ തുരത്താൻ പോയ നമ്മുടെ US സോൾജേഴ്സ് അവിടെ ഇപ്പോൾ എന്തോ ഒരു വലിയ പ്രശ്നം നേരിടുകയാണ്. എന്താണെന്ന് നീ പോയി ഒന്ന് കണ്ടുപിടിക്കാൻ മിലിറ്ററി ജനറൽ നിന്നോട് അങ്ങോട്ട് പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ബോസ് അവനെ അറിയിച്ചു. അങ്ങനെ ക്ലൈൻ മോൾഡോവയിലെത്തി. അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ മിലിറ്ററി ജനറൽ വന്ന് അവനെ ബേസിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അത് വളരെ വലിയൊരു ബേസ് ആണ്. ആയിരക്കണക്കിന് US സോൾജേഴ്സും പലവിധമായ ആയുധങ്ങളും ഒരുപാട് റോബോട്ട്സും അങ്ങനെ യുദ്ധത്തിനുള്ള എല്ലാ സന്നാഹങ്ങളുമുണ്ട്. ബേസിലെത്തിയപ്പോൾ അവനെ ഒരു ക്യാമ്പിൽ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ച്, നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഇതിന്റെ പിന്നിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നീ ഇതൊന്ന് പരിശോധിച്ച് നോക്ക്, എന്നിട്ട് പറ്റുമെങ്കിൽ അത് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരണം എന്ന് പറഞ്ഞ് വളരെ സീക്രട്ടായ കുറെ വിഷ്വൽസ് അയാൾ അവനെ കാണിച്ചു കൊടുത്തു. അതെല്ലാം നേരത്തെ കണ്ട ഗോസ്റ്റ് പോലത്തെ പ്രതിഭാസങ്ങളുടെ വിഷ്വൽസ് ആയിരുന്നു. അതിനെയൊക്കെ കാണാൻ മനുഷ്യരൂപത്തിൽ തന്നെയുണ്ട്. അത് കണ്ടപ്പോൾ അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു. അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും മറ്റൊരു ക്യാമ്പിൽ കൊണ്ടുപോയി. അവിടെ CIA ഒരു ഏജന്റായ മാഡിസൺ ഉണ്ടായിരുന്നു. അവളാണ് കഥയിലെ ഹീറോയിൻ. അവൾ അവനൊരു എഗ്രിമെന്റ് കൊടുത്തിട്ട് അതിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ കാണുന്ന വിഷയങ്ങളൊക്കെ പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ കൊന്നുകളയാനുള്ള ഒരു എഗ്രിമെന്റ് ആണത്. കൂടുതലൊന്നും ആലോചിക്കാതെ അവൻ അതിൽ സൈൻ ചെയ്തു. കാരണം അവൻ ഇതുപോലെ ഒരുപാട് എഗ്രിമെന്റുകൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരവനെ മറ്റൊരു ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വേറെയും കുറെ വിഷ്വൽസ് കാണിച്ചു കൊടുത്തു. നേരത്തെ കണ്ട വിഷ്വൽസിൽ ഗോസ്റ്റ് പോലത്തെ പ്രതിഭാസങ്ങളൊന്നും ആരെയും ആക്രമിക്കുന്നില്ല. പക്ഷെ ഈ വിഷ്വൽസിൽ പ്രതിഭാസങ്ങൾ സോൾജേഴ്സിനെയൊക്കെ കൊന്നുകളയുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഇൻസിഡന്റും അവരവനെ കാണിച്ചു കൊടുത്തു.
ഈ ഗോസ്റ്റുകൾ നിസ്സാരമായിട്ട് വെറുതെ സോൾജേഴ്സിന്റെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ആ സോൾജേഴ്സ് എല്ലാം മരിച്ചു പോവുകയാണ്. ഇത്രയും ഡേഞ്ചറസ് ആയ ഈ പ്രതിഭാസം ശരിക്കും എന്തായിരിക്കുമെന്നാണ് നിനക്ക് തോന്നുന്നത് എന്ന് ജനറൽ ക്ലൈനോട് ചോദിച്ചു. എന്നാൽ ക്ലൈന് കൃത്യമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു പ്രതിഭാസം ലോകത്തിൽ ഇന്നേ വരെ ആരും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് ക്ലൈൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ഫുൾ റിപ്പോർട്ടും എന്റെ മേലുദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കണം. അതുകൊണ്ട് നീ ഇതൊന്ന് വേഗം കണ്ടുപിടിക്ക്. എന്തായാലും ഇത് ഗോസ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. അത്തരം മണ്ടത്തരത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഒരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും നിനക്കും ഇതിൽ വിശ്വാസം കാണത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇത് മിക്കവാറും ഒളിച്ചിരുന്ന ശത്രുക്കളെ ആക്രമിക്കാനുള്ള റഷ്യൻസിന്റെ എന്തോ ഒരു പുതിയ ടെക്നോളജി ആയിരിക്കുമെന്നാണ് തോന്നുന്നത് എന്ന് മാഡിസൺ പറഞ്ഞു. പക്ഷേ ക്ലൈന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ആരും പെട്ടെന്നൊരു കൺക്ലൂഷനിൽ എത്തുന്നത് ശരിയല്ല. ഈ പ്രതിഭാസത്തിനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനെ വിശദമായിട്ട് പഠിക്കാൻ കഴിയും. അതിനുശേഷം മാത്രം ഒരു കൺക്ലൂഷനിൽ എത്തുന്നതായിരിക്കും നല്ലതെന്നാണ് ക്ലൈനിന്റെ അഭിപ്രായം. പക്ഷെ അതെങ്ങനെ നമുക്ക് സാധിക്കുമെന്ന് മാഡിസൺ ചോദിച്ചപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സ്പെഷ്യൽ ക്യാമറയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവനൊരു വലിയ ഡിവൈസ് എടുത്ത് കാണിച്ചു കൊടുത്തു. ഇത് വളരെ പവർഫുൾ ആയ ഒരു ക്യാമറയാണ്. ഇതിലൂടെ ഇൻഫ്രാറെഡ് കിരണങ്ങളും കാണാൻ പറ്റും. അതുകൊണ്ട് ഗോസ്റ്റുകൾക്കും ഇതിൽ നിന്നും മറഞ്ഞിരിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഗോസ്റ്റുകളെ കാണാൻ അവ ഉള്ള സ്ഥലത്തോട്ട് പോകണം. എന്നാൽ അത് വളരെ ഡേഞ്ചറസ് ആയ ഒരു സ്ഥലമാണ്. കാരണം കുറച്ച് നാളുകൾക്ക് മുന്നേ അവിടെ നമ്മൾ ഒരു ടീമിനെ അയച്ചിരുന്നു. പക്ഷെ ഇതുവരെ അവര് തിരിച്ചു വന്നിട്ടില്ല. അവരിൽ നിന്നും ഒരു മെസ്സേജ് പോലും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവിടെ പോകാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തിനും റെഡിയാണെന്നാണ് ക്ലൈൻ പറഞ്ഞേ. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങൾക്കൊപ്പം വരാമെന്ന് മാഡിസൺ പറഞ്ഞു. ശേഷം ഒരു ടാങ്കർ ലോറിയിൽ അതിന്റെ മുന്നിലുള്ള മെഷീൻ ഗണ്ണൊക്കെ എടുത്തു മാറ്റിയിട്ട് പകരം ക്ലൈൻ കൊണ്ടുവന്ന ക്യാമറ എടുത്ത് ഫിറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു. അതിനിടയിൽ കുറച്ച് സോൾജേഴ്സ് വന്നിട്ട്, ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ലോറിയാ, അതിലെന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നീ നമ്മളടുത്ത് വന്ന് അനുവാദം വാങ്ങിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഷോ കാണിക്കാൻ വന്നു. അപ്പോൾ അവിടെ ടീം ലീഡർ വന്നു. എല്ലാവരും ഒന്ന് അടങ്ങ്, ഇതാരാണെന്ന് അറിയാവോ? നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഈ ലോറിയുടെ വെപ്പൺസ് ഒക്കെ ഇവനാണ് കണ്ടുപിടിച്ചത്. വെപ്പൺസിൽ എന്തൊക്കെ കുറവുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, അതെല്ലാം ശരിയാക്കി വെപ്പൺസിനെയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആക്കി തന്നത് ഇവനാണ്. ഇവന്റെ അടുത്ത് തന്നെ നിങ്ങൾ ഷോ കാണിക്കാൻ വരുന്ന എന്നും പറഞ്ഞ് എല്ലാവരെയും വിരട്ടി വിട്ടു. കുറച്ചു കഴിഞ്ഞ് അവിടെ ക്യാപ്റ്റൻ എത്തി. അവൻ ലീഡറിന്റെയും മുകളിലുള്ള അധികാരിയാണ്, എന്നാൽ ജനറലിന്റെ കീഴിലും. ക്യാപ്റ്റൻ, നീ നേരത്തെ ഒരു വീഡിയോയിൽ ഒരുത്തനെ ആ ഗോസ്റ്റ് കൊല്ലുന്നത് കണ്ടില്ലേ? അവൻ എന്റെ സഹോദരനെ പോലെ ആയിരുന്നു. പക്ഷെ അവന്റെ ഗതി നീ കണ്ടല്ലോ. അതെന്തു തന്നെയാണെങ്കിലും അത് വളരെ ഡേഞ്ചറസ് ആണ്. നാളെ ആ ഡേഞ്ചറിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്താലും വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ എന്ന് ക്ലൈനോട് പറഞ്ഞിട്ട് അയാൾ പോയി. അടുത്ത ദിവസം രാവിലെ ദൗത്യത്തിന് പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ദൗത്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു. എന്നിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാനിങ്ങും ചെയ്തു. ഇവർ ഈ പോകുന്ന സ്ഥലത്ത് നേരത്തെ തന്നെ കുറെ സോൾജേഴ്സിനെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ രക്ഷിച്ചുകൊണ്ട് വരണം. അതിനോടൊപ്പം ആ ഗോസ്റ്റ് പോലത്തെ പ്രതിഭാസങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ ഈ ക്യാമറയിൽ പകർത്തുകയും വേണം. ഇതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ലീഡർ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ശേഷം ലോറികളിൽ കയറി എല്ലാവരും യാത്രയായി. പോകുന്ന വഴിയിൽ കുറെ ഹെലികോപ്റ്ററുകളും കെട്ടിടങ്ങളും വാഹനങ്ങളും അങ്ങനെ സിറ്റികളൊക്കെ മുഴുവൻ തകർന്നു കിടക്കുന്നത് കാണാം. ആദ്യം കാണിച്ച ബിൽഡിങ്ങിലേക്കാണ് അവർ പോകുന്നത്. ഒരു ലോറിയിൽ നിന്നും കുറച്ച് സോൾജേഴ്സ് ഇറങ്ങി കെട്ടിടത്തിൽ കയറിപ്പോയി. ബാക്കിയുള്ളവർക്ക് ലോറികൾക്കുള്ളിലിരുന്ന് നടക്കുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കെട്ടിടത്തിൽ ആരെയും ജീവനോടെ കണ്ടില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞതും അവിടെ കമഴ്ന്നു കിടന്ന ഒരു ബാത്ത് ടബിനടിയിൽ എന്തോ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു സോൾജർ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. നിന്റെ ടീമിലുള്ളവരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ടീമിലുള്ള എല്ലാവരെയും ഗോസ്റ്റുകൾ കൊന്നുകളഞ്ഞു. അവസാനം ഞാൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കൊല്ലാതിരിക്കാൻ ഞാൻ പേടിച്ചിട്ടാണ് ഇതിന്റെ അടിയിൽ ഒളിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എങ്കിലും അവര് വീണ്ടും ആ കെട്ടിടത്തിൽ തിരച്ചിൽ തുടർന്നു. കുറച്ചുള്ളിലോട്ട് പോയപ്പോ അവിടെ ഒരു ഗോസ്റ്റിനെ കണ്ടു. അതിനെ അവര് ചറപറാന്ന് വെടിവെച്ചു. പക്ഷെ ഒന്നും ഗോസ്റ്റിന് കൊണ്ടില്ല. വെടിയുണ്ടകളെല്ലാം ഗോസ്റ്റിന്റെ ദേഹത്തൂടെ കടന്നുപോയി. ആ ഗോസ്റ്റ് പെട്ടെന്ന് വന്ന് എല്ലാവരെയും കൊല്ലാൻ തുടങ്ങി. വെറുതെ അത് വന്ന് സോൾജേഴ്സിന്റെ ദേഹത്തൂടെ കടന്നു പോകുമ്പോൾ തന്നെ അവരെല്ലാം അടുത്ത സെക്കൻഡിൽ മരിച്ചു വീഴുകയാണ്. എല്ലാവരും തുരുതുരാന്ന് വെടിവെച്ചുകൊണ്ടിരുന്നു. അത് കണ്ടപ്പോൾ ഇതൊന്നും ഒരു പ്രയോജനമില്ല. നിങ്ങളുടെ കയ്യിലുള്ള വെപ്പൺസ് കൊണ്ട് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും എത്രയും വേഗം പിൻവാങ്ങ് എന്ന് ക്ലൈൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഓടാൻ തുടങ്ങി. പക്ഷെ ഓടുന്നവരെയും അത് വിടാതെ പുറകെ വന്ന് കൊന്നുകളഞ്ഞു. അവസാനം രണ്ടുപേര് ജനാല വഴി കയറ് കെട്ടി പുറത്തിറങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാ ഗോസ്റ്റ് പുറത്തു വന്ന് അവരെയും കൊന്നുകളഞ്ഞു. അത് പുറത്തു വന്നതും ക്ലൈൻ ക്യാമറയൊക്കെ ഓണാക്കി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും അതിനെ ആർക്കും നേരിട്ട് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഇൻഫ്രാറെഡ് ഗ്ലാസുകൾ വെച്ചാണ് അതിനെ കാണുന്നത്. ഇത് മനുഷ്യനാണോ, ഗോസ്റ്റ് ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെക്നോളജിയാണോ, അങ്ങനെ ഒന്നും തന്നെ ആർക്കും മനസ്സിലായില്ല. എല്ലാവരും ആകെ പരിഭ്രാന്തരായി. ഇതിനെ ഇപ്പൊ തന്നെ തീർത്ത് കളയണമെന്ന് കരുതിയിട്ട് ടീം ലീഡർ ലോറിയിൽ നിന്ന് പുറത്തിറങ്ങി ആ ഗോസ്റ്റിന് നേർക്കൊരു മിസൈൽ അയച്ചു. പക്ഷെ എന്നിട്ടും അതിനൊന്നും തന്നെ സംഭവിച്ചില്ല. അത് നേരെ വന്ന് ലീഡറിനെയും കൊന്നുകളഞ്ഞു.
എന്തായാലും നമുക്കിതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞതും ബാക്കി എല്ലാവരും ലോറികളിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. വണ്ടികളൊക്കെ ഇടിച്ചു മറിച്ചിട്ടുകൊണ്ടാണ് അവർ പോകുന്നത്. നിർഭാഗ്യവശാൽ കുറച്ചു ദൂരം പോയതും മൈൻ ബോംബുകൾ പൊട്ടി 2 വണ്ടികളും മറഞ്ഞു. ബേസിനെ കോണ്ടാക്ട് ചെയ്ത് ഹെൽപ്പ് ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോ ശരിയായിട്ട് സിഗ്നൽ ഒന്നും കിട്ടുന്നില്ല. ഗോസ്റ്റുകളാണെങ്കിൽ ഇനിയും അധികം വൈകാതെ തന്നെ ഇവിടെ എത്തും. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി എല്ലാവരും പകച്ചുപോയി. അടുത്തൊരു ബിൽഡിംഗ് കണ്ടപ്പോ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഒളിച്ചിരിക്കാമെന്ന് കരുതി എല്ലാവരും അങ്ങോട്ട് കയറിപ്പോയി. ക്ലൈൻ ആണെങ്കിൽ ആ വലിയ ക്യാമറയും എടുത്തോണ്ടാണ് ഓടുന്നത്. ഓടുന്നതിനിടയിൽ ഒരുത്തനാണെങ്കിൽ തറയിൽ വീഴുകയും ചെയ്തു. അത്രയും പേടിയോടെയാണ് അവർ ഓടുന്നത്. ഉള്ളിൽ കയറി എല്ലാവരും അവിടെ ഒളിച്ചിരുന്നു. ഇതെന്ത് പ്രതിഭാസമാണ്, നമ്മുടെ ആയുധങ്ങൾ ഒന്നും തന്നെ അതിന്റെ മേൽ വർക്കാവുന്നില്ലല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മാഡിസൺ വിഷമിക്കുകയാണ്. അതിനിടയിൽ മറ്റൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നേരത്തെ നടന്ന വിസ്ഫോടനങ്ങൾ കാരണം ഇവരുടെ ഇൻഫ്രാറെഡ് കണ്ണടകളൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഇവർക്ക് ഗോസ്റ്റുകളെ കാണാനും പറ്റില്ല. അപ്പോൾ ക്ലൈൻ ആ ക്യാമറ എടുത്തുകൊണ്ട് വന്നത് എന്തായാലും നന്നായി. അതെടുത്ത് ജനാലയ്ക്ക് അരികിൽ വെച്ചിട്ട് ജനാല വഴി അവര് പുറത്തോട്ട് നോക്കി. അപ്പോൾ കുറെ ഗോസ്റ്റുകൾ അതുവഴി വരുന്നത് കണ്ടു. കെട്ടിടത്തിന് പുറത്ത് കറുത്ത നിറത്തിൽ ഒരു തരം മണ്ണ് ചിതറിക്കിടക്കുന്നുണ്ട്. എന്തോ ഒരു കാരണത്താൽ ആ മണ്ണിൽ തൊടുന്നത് ഗോസ്റ്റുകൾക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ അത് കടന്ന് ഗോസ്റ്റുകളൊന്നും ഉള്ളിലോട്ട് വരുന്നില്ല. അത് കണ്ടപ്പോ ഗോസ്റ്റുകൾക്ക് വീക്ക്നെസ് ഉണ്ടെന്ന് അവര് തിരിച്ചറിഞ്ഞു. അതെന്താണ് ആ മണലെന്നോർത്ത് അവര് അത്ഭുതപ്പെട്ടു. അപ്പോൾ നേരത്തെ ഓടുന്നതിനിടയിൽ ഒരുത്തൻ വീണില്ലേ, അവൻ സാർ ഞാനും നേരത്തെ ആ മണലിന്റെ മേൽ വീണു, അതിന്റെ പൊടികളൊക്കെ എന്റെ കയ്യിൽ പറ്റിയിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അത് പരിശോധിച്ച് നോക്കിയപ്പോ സംഭവം അത് മണലല്ല, മറിച്ച് ഇരുമ്പ് പൊടിയാണെന്ന് മനസ്സിലായി. അപ്പോഴാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ബിൽഡിങ്ങിന് ചുറ്റും ഇരുമ്പ് പൊടി കിടക്കുന്നത് ഒരു വര പോലെയാണ്. അതായത് ഗോസ്റ്റുകൾ ഉള്ളിൽ വരാതിരിക്കാൻ ആരോ മനഃപൂർവ്വം ആ ഇരുമ്പ് പൊടി ചുറ്റും വിതറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടാതെ ഇവിടെ വേറെയും ആരും ഉണ്ടെന്ന് അവർ ഊഹിച്ചു. അതൊരു പക്ഷേ റഷ്യൻ സോൾജേഴ്സ് ആയിരിക്കുമോ എന്ന് സംശയിച്ച് അവര് നമ്മളെ കാണുന്നതിന് മുന്നേ അവരെ നമ്മൾ കണ്ടെത്തണമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. അങ്ങനെ അവര് കെട്ടിടം മുഴുവൻ തിരയാൻ തുടങ്ങി. കുറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ ഒരു റൂമിനുള്ളിൽ 2 ചെറിയ പെൺകുട്ടികളെ കണ്ടു. കെട്ടിടത്തിന് ചുറ്റും ഇരുമ്പ് പൊടിയൊക്കെ വിതറിയത് ആരാണെന്ന് മാഡിസൺ ആ കുട്ടികളോട് ചോദിച്ചു. അത് ഞങ്ങളുടെ പപ്പയാണെന്നാണ് പിള്ളേര് പറഞ്ഞത്. നിങ്ങളുടെ പപ്പ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഇവിടെ അടുത്തൊരു വലിയ പവർ പ്ലാന്റ് ഉണ്ട്, അവിടെ പപ്പ ജോലിക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു കൊടുത്തു. സംഭവം ജോലിക്ക് പോകുന്നതിനിടയിൽ പുള്ളിക്കാരനെയും ഗോസ്റ്റുകൾ കൊന്നുകളഞ്ഞു. ശേഷം എല്ലാവരും കൂടെ ഇവിടുന്ന് പുറത്തു കടക്കാനുള്ള വഴികൾ ആലോചിക്കാൻ തുടങ്ങി. അതിനിടയിൽ പിള്ളേരുടെ കൂടെ കളിക്കുകയും ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് മുഴുവൻ തിരഞ്ഞപ്പോ അവിടെ ഒരുപാട് ഇരുമ്പ് പൊടികൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ക്ലൈൻ കണ്ടു. അപ്പോൾ അവൻ ഒരു ഐഡിയ തോന്നി. ഇത് വെച്ച് നമുക്ക് ആയുധങ്ങൾ നിർമ്മിക്കാം, അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് അവൻ ക്യാപ്റ്റനോട് പറഞ്ഞു. അങ്ങനെ അവരതുപയോഗിച്ച് ബോംബുകളും മറ്റ് വെപ്പൺസും ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങി. പക്ഷെ കുറെ നേരം കഴിഞ്ഞതും തറയിലൂടെ കെട്ടിടത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഗോസ്റ്റുകളൊക്കെ ലൈൻ കമ്പികളിലൂടെ കയറി വരാൻ ശ്രമിക്കുകയാണ്. അയ്യോ, ഇനി നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോണം എന്ന് ക്യാപ്റ്റൻ അറിയിച്ചു. ഭാഗ്യത്തിന് ആ സമയത്തിൽ അവർക്ക് ബേസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. ബേസിൽ നിന്നും ഒരു ബാക്കപ്പ് ടീം ഒരു ഹെലികോപ്റ്ററുമായിട്ട് ഉടൻ തന്നെ നിങ്ങളുടെ ലൊക്കേഷനിൽ എത്തുമെന്ന് ബേസിലുള്ളവർ അറിയിച്ചു. പക്ഷെ ആ ലൊക്കേഷനിലെത്താൻ ഈ കെട്ടിടത്തിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ എല്ലാവരെയും കൊണ്ട് ക്യാപ്റ്റൻ പുറത്തു കടന്നു. പിള്ളേരെയും അവര് കൂടെ കൂട്ടി. പുറത്തിറങ്ങിയതും ഒരുപാട് ഗോസ്റ്റുകൾ അവരെ ആക്രമിക്കാൻ വന്നു. ഇവരുടെ പുതിയ വെപ്പൺസ് ഒക്കെ വെച്ച് ഗോസ്റ്റുകളെയൊക്കെ തിരിച്ചാക്രമിക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും അവയെ കൊല്ലാനൊന്നും പറ്റുന്നില്ല. അധികം വൈകാതെ അവിടെ വീണ്ടും വീണ്ടും കുറെ ഗോസ്റ്റുകൾ വരാൻ തുടങ്ങി. അങ്ങനെ അവര് വേഗം ഹെലികോപ്റ്റർ വരുന്ന ലൊക്കേഷനിലേക്ക് ഓടി. ഗോസ്റ്റുകളുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു വിധത്തിൽ അവർ ആ ലൊക്കേഷനിലെത്തി. അവിടെ ഒരു തകർന്ന ബസ് കിടക്കുന്നത് കണ്ട് എല്ലാവരും അതിൽ കയറി ഒളിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നേരത്തെ ഗോസ്റ്റുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ആ ക്യാമറ തകർന്നുപോയി. ഇനി ഗോസ്റ്റുകളെ കാണാൻ ഒരു വഴിയുമില്ല. കാണാൻ പറ്റാതെ നമ്മൾ എങ്ങനെ അവരെ ഇനി ഫൈറ്റ് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിക്കുന്നതിനിടയിൽ അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോ അതൊരു വലിയ ടാങ്ക് ആയിരുന്നു. ആ ടാങ്കിൽ ഒരു വലിയ ക്യാമറയുമുണ്ട്. സംഭവം നേരത്തെ ക്ലൈൻ ബേസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത ശേഷം സമീപമുള്ള ഒരു ടാങ്കുമായിട്ടും കോണ്ടാക്ട് ചെയ്തിരുന്നു. എന്നിട്ട് ഇതുപോലൊരു വലിയ ക്യാമറയും കൂടെ റെഡിയാക്കി കൊണ്ട് വരണമെന്നും അതെങ്ങനെ ഉണ്ടാക്കണമെന്ന ഇൻസ്ട്രക്ഷൻസും പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ ടാങ്ക് വന്ന് ക്യാമറ ഓൺ ചെയ്തു. ക്ലൈൻ പറഞ്ഞത് പ്രകാരം ഈ ക്യാമറയെ ഒരു പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഓൺ ചെയ്യുമ്പോൾ അതിൽ നിന്നും വരുന്ന പ്രകാശം കാരണം കണ്ണടകൾ ഉപയോഗിക്കാതെ തന്നെ, ക്യാമറയിലൂടെ നോക്കാതെ തന്നെ ഈ ഗോസ്റ്റുകളെ അവർക്കിനി നേരിട്ട് കാണാൻ കഴിയും. അങ്ങനെ നോക്കിയപ്പോൾ ഇവർക്ക് മുന്നിലുള്ള ഒരു കെട്ടിടത്തിൽ നിറയെ ഒരുപാട് ഗോസ്റ്റുകൾ നിൽക്കുന്നത് കണ്ടു. എല്ലാവരും പേടിച്ച് വേഗം ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി. ഗോസ്റ്റുകൾ നിൽക്കുന്ന ബിൽഡിങ്ങിനെ ആ ടാങ്ക് വെടിവെച്ചു. പക്ഷെ കെട്ടിടങ്ങൾ മുഴുവൻ പൊടിഞ്ഞു പോയിട്ടും ആ ഗോസ്റ്റുകൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഗോസ്റ്റുകളെല്ലാം സോൾജേഴ്സിനെ ആക്രമിക്കാൻ തുടങ്ങി.
അതിനിടയിൽ ഒരു ഗോസ്റ്റ് ഓടിച്ചെന്ന് ടാങ്കിനുള്ളിൽ കയറാൻ നോക്കി. പക്ഷെ അങ്ങനെ ഓടി വന്നതും ടാങ്കിൽ ഇടിച്ചു നിന്നു. സാധാരണ എല്ലാ വസ്തുക്കളിലൂടെയും അവർക്ക് കടന്നു പോകാൻ കഴിയുന്നതാണ്. എന്നാൽ എന്തോ കാരണത്താൽ അവയ്ക്ക് ടാങ്കിനുള്ളിൽ കയറാൻ പറ്റുന്നില്ല. അതും അവരുടെ ഒരു വീക്ക്നെസ് ആണെന്ന് ക്ലൈൻ ശ്രദ്ധിച്ചു. ശേഷം കുറെ ഗോസ്റ്റുകൾ വന്ന് ടാങ്കിനെ മറിച്ചിട്ട് തകർത്ത് കളഞ്ഞു. സോൾജിയേഴ്സും ഗോസ്റ്റുകളും തമ്മിൽ അവിടെ ഘോരമായ ഒരു യുദ്ധമായി. പതിയെ പതിയെ ഗോസ്റ്റുകൾ സോൾജിയേഴ്സിനെ എല്ലാം കൊന്നൊടുക്കാൻ തുടങ്ങി. അവസാനം നേരത്തെ 2 കുട്ടികളെ രക്ഷിച്ചില്ലേ, അതിലൊരു കുട്ടി തെറിച്ചു ചെന്ന് ഒരിടത്ത് വീണു. ആ തക്കത്തിൽ ഗോസ്റ്റുകൾ അവളെ കൊന്നുകളഞ്ഞു. അപ്പോഴാണ് അവിടെ ബേസിൽ നിന്നും ഹെലികോപ്റ്റർ എത്തിയത്. അങ്ങനെ അവശേഷിച്ച എല്ലാവരും ഹെലികോപ്റ്ററിൽ കയറി അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. കുറെ ദൂരം പോയ ശേഷം കടലിന് സമീപത്തുള്ള ഒരു കുന്നിന് മുകളിൽ അവരെ ഇറക്കി വിട്ടിട്ട് ഹെലികോപ്റ്റർ തിരിച്ചു പോകാൻ ഒരുങ്ങി. ഇതേത് സ്ഥലമാണെന്ന് പോലും കൃത്യമായിട്ട് ക്യാപ്റ്റനും കൂട്ടർക്കും മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇവിടെ ഇറക്കി വിട്ടിട്ട് പോകുന്നതെന്ന് ക്യാപ്റ്റൻ ചോദിച്ചപ്പോ ഇതുപോലെ വേറെയും സ്ഥലങ്ങളിലും ഒരുപാട് പേര് ട്രാപ്പായി കിടക്കുന്നുണ്ട്, അവരെ രക്ഷിക്കാൻ പോവുകയാണെന്നാണ് പൈലറ്റ് പറഞ്ഞത്. എന്നാ പിന്നെ ബേസിൽ കൊണ്ടുപോയി വിട്ടാ പോരായിരുന്നു എന്ന് ചോദിച്ചപ്പോ ആ ബേസേ ഇപ്പോ ഇല്ല, അത് മൊത്തം ഗോസ്റ്റുകൾ തകർത്ത് കളഞ്ഞു എന്ന് പൈലറ്റ് പറഞ്ഞു. എന്നിട്ട് ഹെലികോപ്റ്റർ അവിടുന്ന് പോയി. ഇവരെ ഇറക്കി വിട്ട ഈ സ്ഥലത്തിൽ സർവൈവേഴ്സിന്റെ ചെറിയൊരു ക്യാമ്പുണ്ട്. അവിടെ ക്യാമ്പിന് പുറത്ത് കാവലായിട്ട് നിന്നത് ഈ രാജ്യത്തിലെ കുറെ സോൾജിയേഴ്സ് ആണ്. പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അതുപോലെ ഇവർക്ക് ഈ രാജ്യത്തെ ഭാഷയും അറിയത്തില്ല. അങ്ങനെ 2 കൂട്ടരും പരസ്പരം വെടിവെക്കാൻ നിന്ന സമയത്തിൽ എനിക്ക് നിങ്ങളുടെ ഭാഷ അറിയാമെന്നും പറഞ്ഞ് മാഡിസൺ അവരോട് സംസാരിച്ചു. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലായപ്പോ ഇവരെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. ഉള്ളിൽ പൊതുജനങ്ങളും സോൾജിയേഴ്സും അങ്ങനെ ഒരുപാട് സർവൈവേഴ്സ് ഉണ്ട്. അന്ന് രാത്രി ക്യാമ്പിന്റെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് എല്ലാവരും വെപ്പൺസ് ഒക്കെ എടുത്ത് തയ്യാറായി നിന്നു. പക്ഷെ നോക്കിയപ്പോ അത് ജനറലും കൂട്ടരുമാണ്. അദ്ദേഹത്തിന്റെ മുഖത്തെന്തോ വലിയ വിഷമമുള്ളതുപോലെ ക്യാപ്റ്റന് തോന്നി. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോ ബേസിൽ ഗോസ്റ്റുകൾ വന്ന് ആക്രമിച്ചു. ഞങ്ങൾ കുറച്ചുപേര് എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ടു. ആയിരക്കണക്കിന് പേരുണ്ടായിരുന്ന ബേസിൽ നിന്നും ആകെ ഞങ്ങൾ വെറും 19 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്ന് ജനറല് വിഷമത്തോടെ പറഞ്ഞു. ശേഷം എല്ലാവരും കൂടിയിരുന്ന് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി. നമ്മുടെ പക്കൽ കുറച്ച് ഹെലികോപ്റ്ററുകൾ ബാക്കിയുണ്ടല്ലോ, അതിൽ കയറി രക്ഷപ്പെട്ടാലോ എന്ന് ക്യാപ്റ്റൻ ചോദിച്ചു. പക്ഷെ അതിലുള്ള ഇന്ധനം വെച്ച് ഈ രാജ്യത്തിന്റെ പകുതി ദൂരം പോലും കടക്കാൻ കഴിയില്ലെന്നാണ് ജനറൽ പറയുന്നത്. അപ്പോൾ വേറൊരാളും മറ്റൊരു അഭിപ്രായം പറഞ്ഞു. അതിനെ മറ്റൊരാൾ എതിർത്തു. അങ്ങനെ സംസാരിച്ച് അവസാനം എല്ലാവരും തമ്മിൽ പരസ്പരം വലിയ തർക്കങ്ങളായി. അങ്ങനെ എല്ലാവരും തർക്കിക്കുന്നതിനിടയിൽ എനിക്ക് ഈ ഗോസ്റ്റുകൾക്ക് പിന്നിലെ സീക്രട്ട് മനസ്സിലായെന്ന് ക്ലൈൻ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും കൗതുകത്തോടെ അവൻ പറയുന്നത് കേട്ട് ശ്രദ്ധിച്ചിരുന്നു. സംഭവം സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് അങ്ങനെ പദാർത്ഥങ്ങൾക്ക് പല രൂപങ്ങളുണ്ട്. അതായത് സോളിഡായ വസ്തുക്കളെ ചൂടാക്കിയാൽ അവ ലിക്വിഡായി മാറും, വീണ്ടും ചൂടാക്കിയാൽ അത് ഗ്യാഷ്യസ് ആയി മാറും. അങ്ങനെ വീണ്ടും വീണ്ടും ചൂടാക്കിക്കൊണ്ടേയിരുന്നാൽ പല പല രൂപങ്ങളിലായി മാറി അവസാനം കണ്ടൻസേറ്റ് എന്ന രൂപത്തിലെത്തും. അത് ഐൻസ്റ്റൈൻ പണ്ടേ തന്നെ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. ഈ രൂപത്തിലെത്തുന്ന വസ്തുക്കൾ പിന്നെ ഇരുമ്പ് പൊടിയിലോ സെറാമിക് പദാർത്ഥങ്ങളിലോ തൊടാൻ പാടില്ല. അങ്ങനെ തൊട്ടാൽ അത് നശിക്കും. ഈ രൂപത്തിലെത്തിയാൽ അത് അത്യധികം തണുത്ത അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് അതിലൊന്ന് തൊട്ടാൽ തന്നെ തൊടുന്നവരുടൻ തണുത്തു മരവിച്ച് മരിച്ചു പോകും. കണ്ടൻസേറ്റ് രൂപത്തിലായി കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിന് സോളിഡായ വസ്തുക്കളിലൂടെ കടന്നു പോകാനും കഴിയും. അതുപോലെ ആ വസ്തുക്കളെ പിന്നെ വിസിബിൾ ലൈറ്റിലൂടെ കാണാനും പറ്റില്ല. ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഈ ഗോസ്റ്റുകൾക്കുമുണ്ട്. നേരത്തെ ഒരു പട്ടാളക്കാരൻ ഒളിച്ചിരുന്ന ബാത്ത് ടബ് മുഴുവൻ സെറാമിക് ആണ്. അതുപോലെ ടാങ്കിന് ചുറ്റും സെറാമിക് കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് അവയ്ക്ക് അതിന്റെ ഉള്ളിൽ കയറി പോകാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഗോസ്റ്റുകൾ കണ്ടൻസേറ്റ് രൂപത്തിലാണെന്നത് തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ ഇത് പ്രകൃതിയിലുള്ള ഒരു പ്രതിഭാസമൊന്നും ആയിരിക്കില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം ഒരു വസ്തുവിനും പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കണ്ടൻസേറ്റ് രൂപത്തിലെത്താൻ സാധിക്കില്ല. എന്തെന്നാൽ അതിന് വൻതോതിലുള്ള ഊർജം വേണം. അതുകൊണ്ട് തീർച്ചയായും ഇവയെ ആരോ നിർമ്മിച്ചതാണ്. പണ്ട് ഈ നാട് ജർമ്മൻസിന്റെ വെപ്പൺസ് റിസർച്ച് ചെയ്യുന്ന ഒരു ശാലയായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ റിസർച്ച് ലാബ് ഈ നാട്ടിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. ആ ലാബിൽ ഇപ്പോഴും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഗോസ്റ്റുകളായിരിക്കും അവര് റിസർച്ച് ചെയ്യുന്ന വെപ്പൺസ്. ഒന്നുകിൽ ഈ രാജ്യത്തിനെ നശിപ്പിക്കാൻ ആരോ വെപ്പൺസിനെ തുറന്നു വിട്ടതായിരിക്കും, അല്ലെങ്കിൽ ഈ വെപ്പൺസ് അബദ്ധത്തിൽ പുറത്തു കടന്നതായിരിക്കും. ഇവിടെ അടുത്തൊരു വലിയ പവർ പ്ലാന്റ് ഉണ്ടെന്ന് ആ കുട്ടി പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ആ പവർ പ്ലാന്റിൽ നിന്നുമായിരിക്കും ഇതിനു വേണ്ട ഊർജം എടുക്കുന്നത്. പക്ഷെ എന്തു വസ്തുക്കളെയാണ് ഇങ്ങനെ ഈ രൂപത്തിലാക്കിയതെന്നോ ഇതെങ്ങനെ മനുഷ്യ രൂപത്തിലായെന്നോ എങ്ങനെ ഇവ മനുഷ്യരെ പോലെ പ്രവർത്തിക്കുന്നുവെന്നോ അറിയില്ല. എന്തായാലും വൻതോതിൽ ഊർജം ആവശ്യമായതുകൊണ്ട് ഒന്നുകിൽ ആ പവർ പ്ലാന്റിലോ അല്ലെങ്കിൽ അതിന് സമീപത്ത് എവിടെയെങ്കിലും തന്നെ ഈ ഗോസ്റ്റുകളെ ഉണ്ടാക്കുന്ന ലാബും ഉണ്ടായിരിക്കും. അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം വെച്ച് അവനൊരു തിയറി രൂപപ്പെടുത്തി. അത് കേട്ടപ്പോ ഇവൻ പറയുന്നത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. എന്നിട്ട് അവനൊരു സൊല്യൂഷനും മുന്നോട്ട് വെച്ചു.
പ്ലാസ്മിക് ഡിസ്ചാർജ് എന്നൊരു തരം വെപ്പണുണ്ട്. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ അത്തരമൊരു വെപ്പണാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപയോഗിച്ചാൽ കണ്ടൻസേറ്റ് രൂപത്തിലുള്ള പദാർത്ഥങ്ങളെ നിഷ്പ്രയാസം നമുക്ക് നശിപ്പിച്ചു കളയാൻ പറ്റും. അങ്ങനെ നശിപ്പിച്ചില്ലെങ്കിൽ അവ പതിയെ പതിയെ വ്യാപിക്കാൻ തുടങ്ങും. അവ കൂടുതൽ ഊർജം ശേഖരിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം തന്നെ നമ്മൾ അവയെ കൊന്നുകളയണം. അല്ലെങ്കിൽ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ പിന്നെ മനുഷ്യരാശി തന്നെ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പും അവൻ കൊടുത്തു. പക്ഷെ ആ വെപ്പൺ നമ്മൾ എങ്ങനെ ഇനി അമേരിക്കയിൽ നിന്നും ഇവിടെ കൊണ്ടുവരുമെന്ന് ജനറൽ ചോദിച്ചു. എന്നാൽ ആ വെപ്പണിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നടക്കാത്ത കാര്യമാണ്. ഇവിടെ വെച്ച് തന്നെ അതുപോലത്തെ പുതിയൊരു വെപ്പൺ ഉണ്ടാക്കാനാണ് ക്ലൈനിന്റെ പ്ലാൻ. അതിനുവേണ്ടി നിങ്ങളുടെ പക്കലുള്ള എല്ലാ വെപ്പൺസും ഉപകരണങ്ങളും അങ്ങനെ എല്ലാം തന്നെ എന്നെ ഏൽപ്പിക്കാൻ ക്ലൈൻ പറഞ്ഞു. എല്ലാവരും വേഗം പോയി വെപ്പൺസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു. കണ്ണിൽ കണ്ട കുറെ CCTVകളും സോൾജിയേഴ്സ് സംഘടിപ്പിച്ചു. കാരണം ക്യാമറകൾ ഉണ്ടെങ്കിലേ അവർക്ക് ഗോസ്റ്റുകളെ കാണാൻ പറ്റൂ. ആ ക്യാമറകളെയൊക്കെ അവർ കുറെ റോബോട്ടുകളിൽ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. അന്ന് രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ എല്ലാവരും ദൗത്യത്തിന് വേണ്ടി തയ്യാറായി. അടുത്ത ദിവസം രാവിലെ തന്നെ 5 ഹെലികോപ്റ്റേഴ്സിലായിട്ട് കുറെ സോൾജിയേഴ്സ് നേരെ പവർ പ്ലാന്റിലേക്ക് പോയി. ആദ്യം ഒരു ഹെലികോപ്റ്റർ മാത്രം ലാൻഡ് ചെയ്തു. അതിലുള്ള എല്ലാവരും പുറത്തിറങ്ങി മുന്നോട്ട് പോയി. ആ കൂട്ടത്തിൽ ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. കൂടെ ഒരു വലിയ റോബോട്ടുമുണ്ട്. അതിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറ വെളിച്ചത്തിലൂടെ അവർക്ക് ഗോസ്റ്റുകളെ കാണാൻ കഴിയും. കുറച്ചു ദൂരം പോയതും ഒരു ഗോസ്റ്റ് വളരെ വേഗം അവർക്ക് നേരെ ഓടി വന്നു. അപ്പോൾ ഒരുത്തൻ ക്ലൈൻ നിർമ്മിച്ച പ്ലാസ്മ ഡിസ്ചാർജ് വെപ്പൺ വെച്ച് അതിനെ വെടിവെച്ചു. ഒരു വെടിയിൽ തന്നെ അത് ഭസ്മമായി പോയി. അപ്പോൾ ക്ലൈനിന്റെ നിഗമനങ്ങളൊക്കെ ശരി തന്നെ ആയിരുന്നു. അങ്ങനെ അവര് ഗോസ്റ്റുകളെയൊക്കെ ചറ പറന്ന് കൊല്ലാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷവുമായി, ഒപ്പം നല്ല ധൈര്യവും കിട്ടി. അങ്ങനെ ബാക്കി ഹെലികോപ്റ്റേഴ്സിലുള്ളവരും താഴെ ഇറങ്ങി. ഇപ്പൊ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ, ഗോസ്റ്റുകളെ ആക്രമിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് പവർ പ്ലാന്റിനുള്ളിലുള്ള ഗോസ്റ്റുകളെല്ലാം പുറത്തു വരും. ആ തക്കത്തിൽ ക്ലൈനും മാഡിസനും അങ്ങനെ കുറച്ചു പേര് ചേർന്ന് നേരെ മറ്റൊരു വശത്തിലൂടെ പവർ പ്ലാന്റിന്റെ ഉള്ളിൽ പോയി ഊർജ്ജ സ്രോതസ്സിനെ അങ്ങ് നശിപ്പിച്ചു കളയും. ഊർജ്ജ സ്രോതസ് ഇല്ലാതായാൽ പിന്നെ ഇവ നിലനിൽക്കില്ല. അതോടെ ഇവയെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയാം. അങ്ങനെ ഇവര് ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ അവർ 5-6 പേര് മറുവശത്തിലൂടെ ഉള്ളിൽ കയറി. അവിടെ ഒരു ഗോസ്റ്റ് ഉണ്ടായിരുന്നു. വൈദ്യവേ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ദൃശ്യപ്രകാശത്തിലൂടെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഇവർ ഈ ഗോസ്റ്റുകളെ സ്പെക്ട്രൽസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഈ പേര് വന്നത്. എന്തായാലും ഉള്ളിൽ ഒരൊറ്റ ഗോസ്റ്റ് മാത്രമേയുള്ളൂ. പക്ഷെ അതിനെ കൊല്ലാൻ ഭയങ്കര പ്രയാസമാണ്. ബാക്കി എല്ലാവരും കൂടെ അതിനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്തിൽ ക്ലൈനും മാഡിസനും കൂടെ ഉള്ളിലോട്ട് പോയി. കുറച്ചു ദൂരം പോയതും ഒരു ലാബ് കണ്ടു. അത് ക്ലൈൻ ഊഹിച്ചതുപോലെ ഈ ഗോസ്റ്റുകളെയൊക്കെ നിർമ്മിക്കുന്ന ഒരു ലാബ് ആയിരുന്നു. ലാബിലെ ജോലിക്കാരൊക്കെ മരിച്ചു കിടക്കുകയാണ്. ലാബ് മുഴുവൻ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. സംഭവം, കുറെ സയന്റിസ്റ്റുകൾ ചേർന്ന് ഒരുപാട് മനുഷ്യരെ പിടിച്ച് അവരുടെ ഓരോ മോളിക്യൂളിന്റെ ഘടന പോലും കോപ്പി ചെയ്തിട്ട് അവരെ കണ്ടൻസേറ്റ് രൂപത്തിലാക്കി മാറ്റും. ശേഷം ആ കണ്ടൻസേറ്റ് പദാർത്ഥങ്ങളെ അവര് കോപ്പി ചെയ്ത ഘടന പോലെ ഓരോ മോളിക്യൂളിനെയും തിരിച്ചു വെച്ച് പിടിപ്പിക്കും. അപ്പോൾ അത് കണ്ടൻസേറ്റ് രൂപത്തിലുള്ള മനുഷ്യനായിട്ട് മാറും. ഇങ്ങനെയാണ് അവര് ഗോസ്റ്റുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഗോസ്റ്റുകളായിട്ട് കാണുന്നതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യരാണ്. പക്ഷേ ഗോസ്റ്റുകളെ പൂട്ടിയിട്ടിരിക്കുന്ന ബോക്സുകൾ പൊട്ടിച്ച് എങ്ങനെയോ കുറെ ഗോസ്റ്റുകൾ പുറത്തു കടന്നു. ബാക്കി കുറച്ച് ഗോസ്റ്റുകൾ ഇപ്പോഴും ലാബിലെ ബോക്സുകളിലുണ്ട്. ഒരു മരിച്ചു കിടക്കുന്ന ഒരു സയന്റിസ്റ്റിന്റെ കയ്യിൽ വയർ കട്ട് ചെയ്യുന്ന ഒരു ചെറിയ ടൂൾ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറിലെ മാനുവൽസ് നോക്കിയപ്പോൾ പവർ സോഴ്സിൽ നിന്നുമുള്ള വയേഴ്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയാൽ ഈ ഗോസ്റ്റുകളെല്ലാം നശിക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ ക്ലൈൻ ആ ടൂളും എടുത്തുകൊണ്ട് പവർ സോഴ്സിന്റെ മുകളിൽ കയറി ഓരോ വയറുമായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി. ഈ സമയം മുകളിൽ സോൾജിയേഴ്സും ഗോസ്റ്റുകളും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമായിരുന്നു. എത്ര കൊന്നുകളഞ്ഞിട്ടും വീണ്ടും വീണ്ടും കൂടുതൽ ഗോസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറെ ഗോസ്റ്റുകളാണെങ്കിൽ ഒരുമിച്ച് കൂടി ഒരു വലിയ ചുഴലിക്കാറ്റ് പോലെ രൂപം കൊള്ളാൻ തുടങ്ങി. അതിന് നമ്മുടെ ക്യാപ്റ്റൻ ഒരു വലിയ പ്ലാസ്മ ഡിസ്ചാർജ് തോക്ക് വെച്ച് വെടിവെച്ചു. കുറെ പ്ലാസ്മ തോക്കുകൾ ഒരുമിച്ച് കൂട്ടി വെച്ചാണ് അയാൾ ആ വെടിവെച്ചത്. അത് കാരണം ചുഴലിക്കാറ്റ് പോലെ രൂപം കൊള്ളാൻ തുടങ്ങിയത് നശിച്ചു. അങ്ങനെ അത് പൊട്ടിത്തെറിച്ചതിന്റെ ആഘാതത്തിൽ താഴെ ലാബിൽ ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ ഗോസ്റ്റുകളുടെയും ബോക്സുകൾ പൊട്ടിപ്പോയി. ആ ഗോസ്റ്റുകളെല്ലാം നേരെ ക്ലൈനിനെ കൊല്ലാൻ വന്നു. ഭാഗ്യത്തിന് കൃത്യസമയത്തിൽ അവൻ ആ വയേഴ്സിനെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. പവർ സോഴ്സ് നഷ്ടമായതും ആ ഗോസ്റ്റുകളെല്ലാം പെട്ടെന്ന് തന്നെ നശിച്ചുപോയി. അങ്ങനെ അവസാനം സോൾജിയേഴ്സ് യുദ്ധം ജയിച്ചു. ശേഷം എല്ലാവരും നേരത്തെ കണ്ട ബേസിൽ ചെന്നിറങ്ങി. ക്ലൈൻ അവന്റെ മുറിവുകളൊക്കെ വെച്ച് കെട്ടിയ ശേഷം പുറത്തു വന്ന് നോക്കിയപ്പോൾ സോൾജിയേഴ്സ് എല്ലാം കൂടെ വീണ്ടും എന്തോ ദൗത്യത്തിനു വേണ്ടി പോകാനൊരുങ്ങുകയാണ്. സംഭവം, ഈ ഗോസ്റ്റുകളെ ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് ആരെ എങ്ങനെ ചെയ്തുവെന്ന് ഇപ്പോഴും ഒരു പിടുത്തവുമില്ല. അതുകൊണ്ട് മറ്റാരെങ്കിലും അത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ US ഇത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാനാണ് പ്ലാൻ. അതായത് ഇനി ഗോസ്റ്റിനെ ഉണ്ടാക്കുന്ന പരിപാടി അവര് ചെയ്യുമെന്നർത്ഥം. അങ്ങനെ ലാബിലുള്ള എല്ലാം വാരിപ്പറക്കി എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും സോൾജിയേഴ്സിനെ അയക്കുന്നത്. എപ്പോഴും മനുഷ്യരാശി പരസ്പരം നശിപ്പിക്കാനുള്ള വഴി തേടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇനി എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് ക്ലൈൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകാൻ ഒരു ഹെലികോപ്റ്ററിൽ കയറുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്.